വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബൈർ. ഇന്ന് ഞാൻ ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾ മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു റൈസാണിത്. അപ്പോൾ ഈ ഒരു റൈസ് നമുക്ക് കുക്കറിലാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അറബിക് റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഓയിൽ ചൂടായ സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് കുരുമുളക്, പിന്നെ 2 ഉണക്കനാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് വലിയ 4 സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ സവോള നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റിൻ്റെ പകുതി ഭാഗം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ക്യാരറ്റും ക്യാപ്സിക്കം അല്ല, ചോറൊക്കെ വേവുന്ന ഒരു സമയം കൊണ്ട് വെന്തോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മാഗി ക്യൂബാണ്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ 2 മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബ് കൈവച്ച് നല്ലവണ്ണം ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അറബിക് മസാല പൗഡറാണ്. ഇപ്പോൾ മന്തി മസാല, കബ്സ മസാലയൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റില്ല. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ജീരകപ്പൊടിയിലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താലും മതി കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ തക്കാളീൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ 3 മാഗി ക്യൂബാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ തക്കാളി അരച്ചല്ലേ ചേർത്തത്, അപ്പോൾ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് പോകുന്നവരെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 8-10 എരിവ് കുറഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളക് മുഴുവനോടെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റൈസ് അറബികളുടെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള മൽഹൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റൈസാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ മധുഹൂത്ത് എന്നും പറയും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിലും ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നിങ്ങൾക്ക് വലിയ പീസസ് ആക്കിയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളെ ബിരിയാണിക്കൊക്കെ വെട്ടിയെടുക്കുന്ന ആ ഒരു രീതിയിലുള്ള പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൈസിലേക്ക് സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കിലോ അരി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിക്ക് ഞാൻ 1.25 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുതിർത്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെല്ല റൈസ് ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അത് 3/4 മണിക്കൂറോളം ഒന്ന് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം കഴുകി മാറ്റി വെച്ചതാണ്. അപ്പോൾ റൈസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഒരു വലിയ ക്യാരറ്റ് എടുത്തു എന്ന് പറഞ്ഞില്ല, അതിൻ്റെ പകുതിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കുക. ഇനി ഈ ഒരു റൈസ് നിങ്ങൾ കുക്കറിലാണ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സെല്ല റൈസ് ആയതുകൊണ്ടാണ് ഞാൻ 3/4 മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ബസ്മതി റൈസ്, ഫ്രൈഡ് റൈസിൻ്റെ ബസ്മതി റൈസൊക്കെ അല്ലേ, അതൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത്രയും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ഇപ്പോൾ ദാ ഏകദേശം ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ദാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് തണുക്കും തോറും റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു വേവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു മധുഹൂത്ത് റൈസിന് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കളർ വന്നിട്ടില്ല കേട്ടോ. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ പേസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ റൈസിന് അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ഈ ഒരു മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമേ. നല്ല ചൂടോടെ തന്നെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നി ഇതൊരു ഒട്ടൽ പോലെ ഉണ്ടോ എന്നുള്ളത്. ഇല്ല കേട്ടോ. അത് തണുക്കും തോറും നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടുമേ. അറബികൾക്ക് നമ്മൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ ഒരു മധുഹൂത്ത് റൈസ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഈ ഒരു മധുഹൂത്ത് റൈസ്. ഈ ഒരു റൈസിൻ്റെ സൈഡായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് തക്കാളിയും ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ, നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കുന്ന അതാണ് കേട്ടോ. മയണൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 2 സവോള, അതിലേക്ക് ഒരു വലിയ തക്കാളി, പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും, അരമുറി ചെറുനാരങ്ങ നീരും, അല്ലെങ്കിൽ നമ്മൾ വിനാഗിരി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് നേരം അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.